ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു സവാള ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തരാം. ഞാൻ ഒരു 3 മണിക്കൂർ മുന്നേ ഞാനിത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്ന് പൊങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 മണിക്കൂറായി ഏകദേശം. അപ്പോൾ എടുത്തേക്കണത് 1 കപ്പ് മൈദയും 1/2 കപ്പ് കടലപ്പൊടി, പിന്നെ ഒരു സവാള, ഒരു വലിയ സവാള, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ശകലം വേപ്പില, പിന്നെ ഒരു 2 നുള്ള് സോഡാപ്പൊടി. ഇത്ര സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതൊരു 3 മണിക്കൂർ, ഇതിപ്പോൾ ചിലവർ അരമണിക്കൂറും 1 മണിക്കൂറും അങ്ങനെ കുറച്ച് കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത്രയും പെട്ടെന്ന് പൊങ്ങി വരും. ഞാനിതിപ്പോൾ 3 മണിക്കൂറായി ഞാൻ വെച്ചിട്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒഴിക്കാൻ പോവാം. എണ്ണ ഒഴിക്കാൻ പോവാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് വയ്ക്കാം. ആദ്യമേ ചൂടായ ശേഷം പിന്നെ കുറച്ച് വയ്ക്കാം. ഷേപ്പൊന്നും അത്ര ശരിയാകത്തില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ. എന്നാലും ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്നത്. തിള വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് വയ്ക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം സവോള ബജ്ജി എന്ന് പറയുമ്പോഴേക്കും ഞാൻ വലുതൊന്നും ഇല്ലാട്ട് ഉണ്ടാക്കണം. നമ്മൾ വീട്ടിലുണ്ടാക്കണേല് ചെറിയ ഷേപ്പൊന്നും നോക്കണ്ട കേട്ടോ. ഒത്തിരി അങ്ങോട്ട് ഇതാക്കി കളയണ്ട കേട്ടോ. ഇത് നമ്മൾ എന്തോന്ന് ഒരു ടൂത്ത് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് ആയില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വേണ്ട ഇതെന്തോന്നറിയാം. അതെ, ഓൾറെഡി കണ്ട വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും ആകണില്ല.
മതി. അധികം ആയിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇതായി പോകും. മതി 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 മതി. വൈകുന്നേരത്തെ സ്നാക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും വേണ്ടേന്നോർത്ത് ഉണ്ടാക്കിയതാണ്. ആദ്യത്തെ ട്രിപ്പ് എടുത്തു. ഇനി ഞാൻ ചായക്ക് ഒരു കുറച്ച് മതിയല്ലോ നമുക്ക്. പുറത്തുനിന്ന് വാങ്ങണേ നല്ലതല്ലേ വീട്ടിലുണ്ടാക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ ചൂടോട് കഴിക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന പൊടിയൊക്കെ അല്ലേ, എന്തായാലും നല്ലതായിരിക്കും. പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ഭയങ്കരമായിട്ട് റബ്ബർ പോലെ ഇരിക്കണം. ഒരു കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്ര സുഖം തോന്നിയില്ല. ഇതിപ്പോൾ നമുക്ക് ഉണ്ടാക്കിയ ഫ്രഷോടുകൂടി തന്നെ നല്ല ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് കഴിക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് നേരം ഒന്ന് ഇത് കുഴച്ച് കുറച്ച് നേരം വെക്കണം. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു, അല്ലാണ്ട് വേറെ ഒരു പണിയില്ല. ഇനി വെന്തം നോക്കാനായിട്ടാണ് ഒന്ന് കുത്തി നോക്കണത്. ഉണ്ടായി വെന്തിട്ടുണ്ട്. കണ്ടോ, ഒട്ടും പിടിക്കണില്ല. മതി. അധികം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. മതി മതി. ഇതുണ്ടാക്കി നോക്കിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കണക്കെല്ലാം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഓൾറെഡി ഇതുണ്ടാക്കി കഴിഞ്ഞ്. ഇതാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്. കണ്ടോ, സവാള വെച്ച്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്ക്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കാരണം നിസ്സാര സാധനങ്ങൾ മതി. അത് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനി രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രമിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.